എറണാകുളം പോക്സോ കോടതി ജഡ്ജി ശ്രീ സോമൻ ഇന്ന് വൈഗ കൊലക്കേസിലെ പ്രതിയായ വൈഗയുടെ പിതാവ് സനു സോമനെ ജീവപര്യന്തം തടവും കൂടാതെ 28 വർഷത്തെ ശിക്ഷയും ഇന്ന് വിധിച്ചു. 1,70,000 രൂപ ഫൈൻ അടയ്ക്കണം. കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയെ നോവിച്ച ഒരു കേസായിരുന്നു വൈഗ കൊലക്കേസ്. 13 വയസ്സ് പ്രായമുള്ള 12 വയസ്സുള്ള എത്തിയ ആ പെൺകുട്ടിക്ക് അച്ഛനോട് വലിയ സ്നേഹമായിരുന്നു, അച്ഛന് കുട്ടിയോട് സ്നേഹമായിരുന്നു. വളരെയധികം സാമ്പത്തിക ബാധ്യതയുള്ള ഒരാളായിരുന്നു സനു മോഹനെ. സാമ്പത്തിക പ്രയാസങ്ങൾ നേരിട്ടു എങ്കിലും എറണാകുളത്തെ കാക്കനാട് ചന്ദനപ്പള്ളിയിലെ ആ ഫ്ലാറ്റിൽ താമസം, കുട്ടിയോട് അതിലേറ്റ സ്നേഹമുണ്ടെന്ന് തന്നെ കരുതേണ്ടി വരും. ആ കുട്ടിയുമായി ഭാര്യയും ആയിട്ട് അവർ ആലപ്പുഴയിൽ അവരുടെ വീട്ടിൽ കരിയിലക്കുളങ്ങര അവരുടെ വീട്ടിലെത്തി. അവിടുന്ന് കുട്ടിയുമായിട്ട് അമ്മാവൻ്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വൈഗയും കൂട്ടി കാറിൽ സനു മോഹൻ അവിടെ നിന്ന് പോയി. അതിനുശേഷം സനു മോഹനും കുട്ടിയും കണ്ടില്ല. കുട്ടിയുടെ മൃതദേഹം എറണാകുളത്തെ ഫ്ലാറ്റിനടുത്ത് മുട്ടാർ പുഴയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ശ്വാസം മുട്ടി കൊലപ്പെടുത്തി. ആത്മഹത്യ ചെയ്തിരിക്കാം സനു മോഹനും എന്നാണ് കരുതിയത്. പുഴകളിൽ 2 ദിവസം തെരച്ചിൽ നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊന്നത് എന്ന് കണ്ടെത്തി. ആ കുട്ടിയെ പുഴയിൽ നിന്ന് കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മുങ്ങി മരണം എന്ന് പോസ്റ്റ്മോർട്ടത്തിലും കണ്ടു. ശ്വാസം മുട്ടി തന്നെയാണ് മരണം. അതിനു മുമ്പ് കുട്ടിയെ ഭാര്യ വീട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവരുമ്പം ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് താമസിച്ച് വരുന്ന വഴിക്ക് കുട്ടിക്ക് ജ്യൂസ് കൊടുത്തതിൽ അതിനകത്ത് മദ്യം കൂടെ ചേർത്താണ് കുട്ടിയെ കൊടുത്തത്. കുട്ടി അബോധാവസ്ഥയിലായപ്പം ഫ്ലാറ്റിൽ വെച്ച് കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് പിതാവ് കൊലപ്പെടുത്തുകയായിരുന്നു. ഏകദേശം മയക്കി ശരീരത്തിൽ ചേർത്ത് വെച്ച് നെക്കി അതിൻ്റെ കഴുത്തിലെ പിടിമുറുക്കി അതിൻ്റെ ശ്വാസം മുട്ടിച്ചു. അത് അബോധാവസ്ഥയിലേക്ക് പോയി. അതിനുശേഷം കുട്ടിയെ കാറിൽ കൊണ്ടുപോയി മുട്ടാർ പുഴയിൽ എറിഞ്ഞു കളഞ്ഞു. കുട്ടിയെപ്പറ്റി വിവരമില്ല. മാതാവ് വിഷമിച്ചു, എല്ലാവരും വിഷമിച്ചു. ഫ്ലാറ്റിൽ നിന്ന് കുട്ടിയായിട്ട് കാറിൽ പോകുന്ന കണ്ടു. ഏതായാലും പോലീസിൻ്റെ തീവ്രമായ പരിശ്രമത്തിൽ കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുത്തു. ആ പുഴയിൽ തന്നെ സനു മോഹനും ഉണ്ടാവും, ആത്മഹത്യ ചെയ്തിരിക്കാം എന്നാണ് കരുതിയത്. 2-3 ദിവസം അവിടെ എല്ലാം നോക്കി, കണ്ടെത്തിയില്ല. ഏകദേശം 30 ദിവസത്തോളം പോലീസ് സനു മോഹൻ മറ്റെവിടെയോ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷണം നടത്തി. സൈബർ വിങ്ങിൻ്റെ സേവനം വളരെ വിലപ്പെട്ടതാണ് ഈ കേസിനകത്ത്. ആ സൈബറിൻ്റെ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ അടുപ്പമുള്ള 10-40 വീട്ടുകാർ അവരെല്ലാം ഫോണ് പരിശോധിച്ചു. 10-16 ഹോട്ടലിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങൾ, അവിടുത്തെ എല്ലാം കോൾ ഡീറ്റെയിൽസ് എടുത്തു. ഏതായാലും സൈബർ വിങ്ങിൻ്റെ സഹായം വളരെ വിലപ്പെട്ടതാണ്. ഇത് എന്തുമാത്രം ഏരിയയിലാണ് അവർ സഞ്ചരിച്ചത്. ഈ കേസിൻ്റെ കുറ്റച്ചാർജ് തയ്യാറാക്കിയ ധനപാലനെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത്ര ബൃഹത്തായ ഒരു കേസിൻ്റെ അന്വേഷണമാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ടീമിലെ മറ്റംഗങ്ങളെ എല്ലാവരും നമുക്ക് അഭിനന്ദിച്ചേ പറ്റുള്ളൂ. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ കണ്ട നല്ല സക്സസ്ഫുള്ളായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് ധനപാലൻ എന്ന് പറയേണ്ടി വരും. കാരണം ഫോറൻസിക്കിൻ്റെ എല്ലാ തുറയിലും സഞ്ചരിച്ചാണ് ഈ കേസിൻ്റെ എവിഡൻസ് കണക്കാൻ. ആ വീട്ടിലെ ഫ്ലാറ്റിൽ വെച്ച് കൊച്ചിനെ
ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിലാക്കിയപ്പം ആ ബെഡ്ഷീറ്റിൽ ബ്ലഡ് വീന്നിരുന്നു, തറയിൽ ബ്ലഡ് വീന്നിരുന്നു. പക്ഷേ സനു മോഹൻ്റെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ പോലീസ് വിട്ടില്ല, സൈബർ വിങ്ങും വിട്ടില്ല. അത് ബീഹാറിൽ നിന്ന് കണ്ടെത്തി. കളമശ്ശേരിയിലുള്ള ഒരു സെക്യൂരിറ്റിക്കാരന് റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയെന്നാണ് പറയുന്നത്. അയാൾ ബീഹാറിൽ പോയി, അയാളുടെ വീട്ടിലുണ്ടായിരുന്നു. അത് എൻ്റെ ലൊക്കേഷൻ തിരഞ്ഞു, ഇവിടുന്ന് ഓഫീസേഴ്സ് അവിടെ പോയി ആ മൊബൈൽ ഫോൺ റിക്കവർ ചെയ്തു. മകളെ കൊന്ന ശേഷം ഏകദേശം 1 മാസത്തോളം ഇയാളെപ്പറ്റി വിവരമില്ല. കാർവാറിലാണ് അവസാനം കണ്ടെത്തിയത്. കോയമ്പത്തൂർ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇയാൾ ഒളിയിൽ താമസിച്ചു. മകളുടെ കഴുത്തിലും ദേഹത്തണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അത് ഊരിയെടുത്തു. എന്നിട്ട് അത് വിറ്റു. 50,000 രൂപയോളം ശേഖരിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് കർണാടകയിലും തമിഴ്നാട്ടിലും മറ്റും കറങ്ങിയത്. കോയമ്പത്തൂർ മകളെ കൊന്ന ശേഷം കാർ നേരെ ഓടിച്ചു പോയി കോയമ്പത്തൂരെത്തി അതവിടെ വിറ്റു. അതിൻ്റെ പൈസയും ഉപയോഗിച്ചു. ഒരു അബ്നോർമൽ ബിഹേവിയർ പോലെ തോന്നുന്നു. മകളെ കൊന്നത് താനാണ്, ഞാൻ കൊന്നു എന്ന് പോലീസിൻ്റെ മുമ്പിൽ കൺഫസ് ചെയ്തു. ഭാര്യയെയും മറ്റു കുട്ടികളെയും ആലപ്പുഴയിലെ ഭാര്യയുടെ ഇയാളുടെ അമ്മാവിൻ്റെ വീട്ടിലൊക്കെ ആക്കിയ ശേഷം കുട്ടിയെ കൊണ്ട് അവിടുന്ന് പോവുകയായിരുന്നു. കുട്ടിയെ അമ്മ സ്നേഹിക്കുന്നില്ല, തൻ്റെ മകളെ അമ്മ സ്നേഹിക്കുന്നില്ല എന്നൊരു ആരോപണം നേരത്തെ മുതലുണ്ട്. കുട്ടിയോട് അത്ര വാത്സല്യം ഉണ്ടാകാം എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് കുട്ടിയെ കൂടെ കൂട്ടിയത്. ആലപ്പുഴ വെച്ച് ഭാര്യയുടെ അടുത്തുനിന്ന് കുട്ടിയെ ആയിട്ട് പിതാവ് വെളിയിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും സംശയിക്കില്ല, സ്വന്തം മകളാണ്. ആ മകളോടത് കൂടുതൽ അഫെക്ഷനേറ്റാണ്. അമ്മാവിൻ്റെ വീട്ടിൽ നിന്ന് പോയി അതിനുശേഷമാണ് ഈ കൃത്യം നടത്തിയത്. പിന്നീട് ബാംഗ്ലൂർ, മൂകാംബിക, കാർവാർ, അങ്ങനെ പല പല സ്ഥലങ്ങളിലും മാറി താമസിച്ചു, ഒളിവിൽ താമസിച്ചു. മകളെ കൊന്ന ശേഷം ഇയാളും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നെങ്കിലും ഇതിനു മുമ്പ് 3 തവണ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും കോടതിയിലെ ഈ വിസ്താരം നടക്കുന്നു. അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ BA ബിന്ദുവിൻ്റെ സേവനവും നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ഓരോ എവിഡൻസുകളും തെളിവുകളും എല്ലാം കോടതിയിൽ മാർക്ക് ചെയ്യുന്നതിനും സാക്ഷികളെ കൃത്യമായ അവർ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ വിസ്തരിക്കുന്നതിനും ഒക്കെ ബിന്ദുവിന് സാധിച്ചു. ഒപ്പം ധനപാലൻ ഇൻസ്പെക്ടറും കൂടെ നിന്നു. അവരുടെ ടീമിലുള്ള എല്ലാ ഓഫീസേഴ്സും അവരും ഒപ്പം നിന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, ഈ കേസിൻ്റെ അന്വേഷണ സമയത്ത് അതിനകത്തു നിന്നും പോലീസ് കണ്ടെടുത്ത ഫോറൻസിക് എവിഡൻസ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഏതായാലും ബെഡ്ഷീറ്റിലെ ആ ബ്ലഡ് സ്റ്റെയിൻസ്, അതുപോലെ തന്നെ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ തോർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. 2021 മാർച്ച് 21 സംഭവം. ചങ്ങരപ്പടിയിലുള്ള ആ ഫ്ലാറ്റിലാണ്, അവിടെ വെച്ചാണ് കൊച്ചിനെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. ഞാൻ കൊന്നു എന്ന് ഏറ്റു പറഞ്ഞു. താൻ 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. എത്രത്തോളം വിശ്വസനീയമെന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ നമുക്ക് ലഭിച്ചേനെ. ആ കൊച്ചുകുട്ടിയെ മുഖം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. കോടതി ഏതായാലും ഇയാളെ ജീവപര്യന്ത ശിക്ഷയുടെ കൂടെ തെളിവ് നശിപ്പിച്ചതിനും ബാലനീതി കുട്ടിക്ക് നിഷേധിച്ചതിനും മൊത്തം 28 വർഷത്തെയാണ് ശിക്ഷ. ആ ശിക്ഷ കഴിഞ്ഞിട്ട് വേണം ജീവപര്യന്തമെന്ന് ജഡ്ജി ശ്രീ സോമൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിക്ക് കോടതിയിൽ സനു മോഹൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഏതായാലും വിധി പറയാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് മാറ്റിവെച്ചു. അതിനകത്ത് കുറ്റക്കാരനെ കണ്ടു കഴിഞ്ഞപ്പം ശിക്ഷയുടെ അളവിനെ പറ്റി
വാദിഭാഗവും പ്രതിഭാഗവും സംസാരിച്ചു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇത് റയറസ്റ്റ് ഓഫ് റയർ കേസാണ്. ആ കേസിൻ്റെ ഓരോ നാളുവഴികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ അപൂർവമായ ഒരു കേസ് തന്നെയാണ്. അതുകൊണ്ട് വധശിക്ഷ തന്നെ കൊടുക്കണം ഇയാൾക്ക്. പക്ഷേ കോടതി ഉച്ചകഴിഞ്ഞ് ശിക്ഷ വിധിച്ചപ്പം 28 വർഷത്തെ ശിക്ഷ അങ്ങ് കഠിന ശിക്ഷ വിധിക്കുകയും കൊലപാതകത്തിന് ജീവപര്യന്തം തടവ്, വധശിക്ഷ കൊടുക്കാതെ ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തൊരു സംഭവം തന്നെയാണ് ഇത്. അപൂർവമായ കേസല്ല എന്നാണ് പറയുന്നതെങ്കിലും ഈ കേസ് ഒരു അപൂർവമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ നാൾ വഴി കൂടെ സഞ്ചരിച്ചാൽ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവിടുത്തെ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീകുമാറിൻ്റെ ഒരു സൂപ്പർവിഷൻ ഇതിനകത്തുണ്ട്. അവിടുത്തെ ഇൻസ്പെക്ടർ ബാബു സെബാസ്റ്റ്യനും ഉണ്ട് ഈ കൂടെ. SI-മാരായ ഷഫീർ ഖാൻ, അരുൺ, അതുപോലെ ഗിരീഷ്, ഇവരുടെയൊക്കെ സേവനം, ASI-മാർ, സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർ, അവരുടെയൊക്കെ സേവനം ഇതിനകത്ത് വന്നു. എന്നാലും ഇതിൻ്റെ വിപുലമായ അന്വേഷണത്തിൽ ഏകദേശം 10-16ഓളം ഹോട്ടലിലെ മുഴുവൻ അന്തേവാസികളുടെയും അവിടുത്തെ മൊബൈൽ ഫോൺ നോക്കേണ്ടി വന്നു. അത് തന്നെ HMT കൂൾ ആ ജംഗ്ഷനിൽ നിന്നും അവിടെ ലഭിച്ച ആ ഫോണ് ആ സെക്യൂരിറ്റിക്കാരൻ തൻ്റെ സ്വദേശമായ നാട്ടിൽ ബീഹാറിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ആ ഏരിയയിൽ മുഴുവൻ അവർ അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അപ്പം ഫോൺ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം ലഭിച്ചു. അയാളിപ്പം ബീഹാറിലാണ്. അവളെ വളരെ ശ്രമകരമായ രീതിയിൽ അയാളെ ലൊക്കേറ്റ് ചെയ്തു അയാളുടെ ഫോൺ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഏതായാലും തൃക്കാക്കര പോലീസ് ഇൻസ്പെക്ടർ ധനപാലനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഇൻസ്പെക്ടർ ബാബു സെബാസ്റ്റ്യൻ, ഇവരൊക്കെ ഇൻവെസ്റ്റിഗേഷന് പുതിയ നിലവാരം പുലർത്തുന്നവരാണ്. കേരളത്തിലെ നമുക്കറിയാം, കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് തന്നെയാണ്. ആ പോലീസിൽ ഇന്ന് ഇതുപോലെയുള്ള അപൂർവങ്ങളായ പോലീസ് ഓഫീസേഴ്സ് നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ടാലൻസ് ഉള്ളതും ക്ഷമയുള്ളതും. അതുതന്നെയല്ല, ഇതിനകത്ത് ഏകദേശം 300 സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്. 300 സാക്ഷി പട്ടികയാണ് കോടതിയിലുണ്ടായിരുന്നത്. അതുപോലെ 70 തൊണ്ടി സാധനം ഉണ്ടായിരുന്നു. 1200 പേജാണ് ഡിജിറ്റൽ എവിഡൻസസ്. 90 ദിവസത്തിനാണ് ഇത്രയും ബൃഹത്തായ ജോലി ചെയ്ത് 90 ദിവസത്തിനാണ് ഈ കേസിൻ്റെ കുറ്റച്ചാർജ് കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും 240 പേജുള്ള ആ ജഡ്ജ്മെൻറ്റ് അത് കോടതി പോലീസിൻ്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിൻ്റെ ഒപ്പം, സാക്ഷികളുടെ ഒപ്പം സഞ്ചരിച്ചു എന്നുള്ള അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് അനലൈസ് ചെയ്യാനും ആ എവിഡൻസിൻ്റെ റിലയബിലിറ്റിയെ പറ്റിയൊക്കെ നല്ല ബോധ്യം കോടതിക്ക് വന്നുകൊണ്ടാണ് ഇത്ര കഠിനമായ ശിക്ഷ കൊടുക്കുകയും അതോടൊപ്പം ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തത്. ഇത് രാവിലെ 11 മണിക്ക് ഇത് വിധി പറയുന്നത് കേട്ടപ്പം ഒരു വധശിക്ഷ കൊടുക്കാം. കാരണം സ്വന്തം മകള് അപ്പനെ വിശ്വസിച്ചല്ലേ കൂടെ, ഏത് നരകത്തിലായാലും അപ്പൻ്റെ കൂടെ പോകും. അത്ര അഫെക്ഷനുള്ള, അപ്പനോട് അത്ര അഫെക്ഷനുള്ള കുട്ടിയാണ്. ആ പിതാവ് ചതിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കത്തില്ല. ആ കുട്ടിയുടെ ആ മോളുടെ മുഖം ഇന്നും നമുക്ക് ആ സ്ക്രീനിൽ കണ്ടതെല്ലാം നമ്മളെല്ലാവരും കൊണ്ടിരിക്കുന്നു, ഇന്നും കാണുന്നു. ആ കുട്ടിയെ കൊല്ലാനുള്ളൊരു മനസ്സ് ആ പിതാവിന് എങ്ങനെ തോന്നി എന്നുള്ളതാണ്. കുട്ടിയുടെ രക്ഷയ്ക്ക് കരുതി എന്നാണ് അയാൾ പറയുന്നതെങ്കിലും അമ്മയുണ്ട്. അത് തന്നെയല്ല, തന്നെ ശിക്ഷിക്കരുത്, തന്നെ കഠിന ശിക്ഷ നൽകരുത്. എനിക്ക് 70 വയസ്സുള്ള ഒരു അമ്മ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അതൊന്നും കോടതി വിലക്കെടുത്തില്ല എന്നുള്ളതാണ്. ഏതായാലും അടുത്ത നാളുകളിൽ കേരള പോലീസ് കേരള പോലീസിൻ്റെ അന്വേഷണം മികവ് എന്താണെന്ന് ധനപാലനിൽ കൂടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കൂടെയും നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു കേസ് തന്നെയാണ് ഇത്.